Good morning students, page number 15. Car on a banked road. Derive equation for V max and V optimum. Maximum safe velocity equation optimum velocity equation ആണ് നമ്മളിവിടെ derive ചെയ്യുന്നത്. അതിനുവേണ്ടി consider a car moving on a banked road with angle of banking theta. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ആയിരുന്നെങ്കിൽ റോഡ്, പക്ഷേ ഇപ്പോൾ ഇവിടെ ബാങ്ക്ഡ് റോഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ആംഗിൾ ഓഫ് ബാങ്കിങ് ഇതാണ് തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ കാർ ആർ. പ്രധാനമായിട്ട് 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അതിൻ്റെ വെയിറ്റ് ആണ്. ഇതാണ് കാറെങ്കിൽ ഇതിങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് താഴേക്ക് വരയ്ക്കുന്നു. അതാണ് mg എന്ന് പറയുന്നത്. നോർമൽ റിയാക്ഷൻ, ഇതൊരു ആക്ഷൻ ഫോഴ്സ് ആകുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ. ആ റിയാക്ഷൻ ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ. ഇരിക്കുന്ന സർഫസിന് 90 ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്ന, നോർമലായി വർക്ക് ചെയ്യുന്ന അർത്ഥത്തിലാണ് നോർമൽ റിയാക്ഷൻ. അതിൻ്റെ ലെറ്ററാണ് എൻ. അത്രയും ഫോഴ്സ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ ഫോഴ്സ്. മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അതായത് ഈ കാറ് സ്കിഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഈ ഡയറക്ഷനിലേക്കാണ് തെറിച്ചെറിച്ച് പോവുക, സ്കിഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ. പക്ഷേ അതിന് അഗൻസ്റ്റായിട്ട് ആ സ്കിഡ് ചെയ്യാതെ പിടിച്ചു നിർത്തുന്ന ആരാണ്? ടയറിനും റോഡിനും അടുക്കുള്ള ഫ്രിക്ഷൻ. അത് ഏത് ദിശയിൽ വർക്ക് ചെയ്യും? ചലനത്തിന് എതിരെ, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് അത് വർക്ക് ചെയ്യുക, ഫ്രിക്ഷൻ ഫോഴ്സ്. ഈ 3 ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇതെങ്ങനെ വരക്കാമെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ഇതെങ്ങനെ വരക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം, ബാങ്ക്ഡ് റോഡ് വരക്കാം. ഇങ്ങനെ ബാങ്ക്ഡ് റോഡ് വരക്കാം. ഒരു കാറ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സായിട്ട് കാണിച്ചാലും മതി. ഒരു ബോക്സായിട്ട് കാണിക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇടുക. വെർട്ടിക്കലായിട്ട് താഴേക്ക് mg മാർക്ക് ചെയ്യാം. നമുക്കത് 90 ഡിഗ്രി ആയിട്ട് തോന്നും, 90 ഡിഗ്രി ആയിരിക്കണം. ഇനി അടുത്ത് ഈ സർഫസിന് 90 ഡിഗ്രി ആയിട്ട് ഒരു ചെറിയ ലെങ്ത് ലൈൻ നോർമൽ റിയാക്ഷൻ വരക്കുക. ഇത്രയും ലെങ്ത്ത് വേണ്ട. ഇനി അടുത്തത് ഈ ഒരു ഡയറക്ഷനിൽ fs വരക്കാം. ഇതാണ് fs എന്ന് അടുത്ത് എഴുതി വെക്കാം. ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ മാർക്ക് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നോർമൽ റിയാക്ഷൻ, ഇത് മൂന്ന് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷനെ 2 കമ്പോണൻ്റ് ആക്കും, fs എന്ന ഫോഴ്സിനെയും 2 കമ്പോണൻ്റ് ആക്കും. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിനെ നമുക്ക് 2 പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആക്കാനായിട്ട് ആദ്യം എക്സ് ആക്സിസ് ഒന്ന് നോട്ട് ചെയ്ത് വരക്കുക. ഇങ്ങനെ വരച്ചു, ഡോട്ടഡ് ആയിട്ട് വരച്ചു. വൈ ആക്സിസ് ഇങ്ങനെ ജസ്റ്റ് ഡോട്ടഡ് ആയിട്ട് വരച്ചു, കട്ടി കുറച്ച് വരച്ചു. ഇനി എന്നിന് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ചെറിയ ഡ്രോപ്പിംഗ് കൊടുക്കുക. ഈ ഡ്രോപ്പിംഗ് വന്ന് വീഴുന്ന ഭാഗത്ത് ആരോ മാർക്ക് ഇട്ടുണ്ട്. ആദ്യത്തെ ഡോട്ടർ കമ്പൗണ്ടിനെ വരച്ചു. അതിനുശേഷം ഈ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരു ആരോ മാർക്ക് ഇട്ടുണ്ട്, രണ്ടാമത്തെയും വരച്ചു. ഇനി നമുക്ക് ആംഗിളിൻ്റെ ഒരു ആശയം പറയാം. അപ്പോൾ ഈ ആംഗിൾ തീറ്റയെന്ന് പറഞ്ഞല്ലോ, ഈ ആംഗിൾ തീറ്റയാകുമ്പോൾ ഈ ആംഗിളും തീറ്റയാണെന്ന് കാണാൻ പറ്റും. ദിസ് ഈസ് ആൾസോ തീറ്റ. ആംഗിളും അതും തീറ്റൻ്റെയും. അപ്പോൾ ഈ എന്നിനെയാണ് നമ്മൾ തീറ്റ ഉൾക്കൊള്ളുന്ന ഈ കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഈ കമ്പോണൻ്റ് നമുക്ക് എൻ കോസ് തീറ്റ എന്ന് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എൻ ഇൻറ്റു കോസ് തീറ്റ ഇത് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് ഇപ്പോൾ വരച്ചല്ലോ ഇത്, അതെന്തായിരിക്കും? അത് എൻ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ എന്നിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഒറിജിനൽ എന്നിന് അവിടെ ഇല്ല. ഇനി നമുക്ക് fsനെ ഇതുപോലെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. fsനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് അവിടെ നമുക്ക് 2 പെർപെൻഡിക്കുലറുകൾ സങ്കല്പിക്കണം. ഇതാണ് fs. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇതൊരു പെർപെൻഡിക്കുലറാണ്, ഡോട്ടഡ് ചെയ്യാൻ വരക്കുന്നു. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡോട്ടഡ് വരക്കുന്നു. ഈ 2 ഡയറക്ഷനിലേക്കുള്ള ഇങ്ങനെയും വരക്കുന്നു, ഇങ്ങനെയും വരക്കുന്നു, ഇങ്ങനെയും വരക്കുന്നു. ഓക്കെ. ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കമ്പോണൻ്റാണ്. fsൻ്റെ രണ്ടാമത്തെ കമ്പോണൻ്റ് ഈ പോയിന്റിൽ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ നോക്കുമ്പോൾ ഈ ആംഗിൾ തീറ്റ സെയിം തീറ്റ തന്നെയാണെന്ന് കാണാൻ പറ്റും, സെയിം തീറ്റയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ fsൻ്റെ തീറ്റ ഉൾക്കൊള്ളുന്ന ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് fs കോസ് തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് fs കോസ് തീറ്റ. ആൻഡ് നാച്ചുറലി ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? fs സൈൻ തീറ്റ ആയിരിക്കും. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ പഠിച്ചൊരു കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ ഇവിടെ യു ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെ പ്രൊജക്റ്റിൽ പഠിച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ അതിനകത്ത് ഈ ആംഗിളായിരുന്നു തീറ്റ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കമ്പോണൻറ്റ് തീറ്റ ഉൾക്കുന്ന ഈ കമ്പോണൻറ്റിനെ യു കോസ് തീറ്റ എന്നും
ഈ 90 മൈനസ് തീറ്റ ഉൾക്കൊള്ളുന്ന ഈ ഒരു കമ്പൗണ്ട് നമ്മൾ വരക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്തിനെ യു സൈൻ തീറ്റ എന്ന് എഴുതിയതൊക്കെ ഓർക്കുന്നുണ്ടോ? അതേ ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒറിജിനൽ എഫ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത്രയേറെ ഫോഴ്സുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കാറ് സ്കിഡ് ചെയ്ത് മൂവ് ചെയ്യുന്നില്ല, താഴേക്ക് നിരങ്ങി പോയിരുന്നില്ല അല്ലേ? അപ്പോൾ അതിനർത്ഥം ഫോഴ്സുകളൊക്കെ ബാലൻസ്ഡ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എം ജി ആൻഡ് എഫ് എസ് സൈൻ തീറ്റ ഈ രണ്ട് ഫോഴ്സുകൾ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ആൻഡ് ദീസ് ടു ടുഗദർ ബാലൻസ് ദ നെറ്റ് അപ്വേർഡ് ഫോഴ്സ്. അതാണ് എൻ കോസ് തീറ്റ. അത് നമുക്ക് എന്തെഴുതാം? നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഈക്വൽ ടു നെറ്റ് അപ്വേർഡ് ഫോഴ്സ് എൻ കോസ് തീറ്റ, that is upward force, that is equal to fs sin theta plus mg. ഇതാണ് നമുക്ക് എഴുതാവുന്ന ആദ്യത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. എൻ കോസ് തീറ്റ എന്നും എൻ സൈൻ തീറ്റ എന്നും സ്പ്ലിറ്റ് ചെയ്തു, എഫ് എസ് കോസ് തീറ്റ എന്നും എഫ് എസ് സൈൻ തീറ്റ എന്നും സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ എൻ കോസ് തീറ്റ ഈക്വൽ ടു എഫ് എസ് സൈൻ തീറ്റ പ്ലസ് എം ജി, അതൊന്ന് ഫോം മാറ്റി എഴുതി. എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. നമുക്ക് ഇനി ഇക്വേഷൻ 1 എഴുതാം. അപ്പോൾ അതവിടെ കിട്ടെ. ഇനി നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങനെയായല്ലോ. ഇനിയുള്ളത് ഈ രണ്ട് കമ്പോണൻറ്റുകൾ മാത്രമാണ്. നമുക്കറിയാം സർക്കുലർ മോഷനിൽ ഇതിപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡ് ഇങ്ങനെയാണ്, ഇങ്ങനെയൊരു ബാങ്ക് റോഡ് പോകുന്നത്. ഇപ്പോൾ കാർ റോഡാണ്. ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കിട്ടണം. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടിയിരിക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? mv²/r1. അത് ആരാണ് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലേക്ക് ഫോഴ്സ്? ഈ രണ്ട് ഫോഴ്സുകളിലെ കമ്പൈൻഡ് ആയിട്ടാണ് കൊടുക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകളും കൂടി കമ്പൈൻഡ് ആയിട്ട്, അതായത് ഏതൊക്കെയാണ്? എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും കൂടി ആഡ് ചെയ്താണ് അത് കൊടുക്കുക. നമുക്ക് അങ്ങനെ എഴുതാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ദിസ് വൺ ഈസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. ഇങ്ങനെ എഴുതാം. അതാണ് ഇവിടെ എഴുതി വരുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? mv²/r. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ കൂടി നമ്മൾ സോൾവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട്, ഈ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യും, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഇക്വേഷനിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് സ്ഥലത്ത് എം ഉണ്ട്. എം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും, ഈ രീതിയിലായിട്ട് മാറും. ഇനി അടുത്ത സ്റ്റേജിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എൻ കോസ് തീറ്റ എന്ന ടേം വെച്ച് ഡിവൈഡ് ചെയ്യും. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ന്യൂമറേറ്ററിലും ഡിവൈഡ് ചെയ്യും, ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും, ചെറിയൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും.